എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ കുറച്ച് ഓഫീസ് ഡ്രസ് കളക്ഷൻ വീഡിയോയാണ്, എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയാണ്. അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ ഞാൻ കുറച്ച് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് മീൻസ് ഒരുപാട് ഡ്രസ്സൊന്നുമില്ല, കുറച്ചുള്ളൂ, കുറച്ചുള്ളൂ. പിന്നെ മാത്രമല്ല കുറച്ച് ഡ്രസ്സുകൾ അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മിഷീൻ കിടന്ന് കറങ്ങുന്നുണ്ട്, കുറച്ച് അതിലുണ്ട്, പിന്നെ കുറച്ച് എൻ്റെ കയ്യിലുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ സൈഡിലാക്കി വെച്ചേക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇത് പിന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് നിലവിലുള്ളത്. അപ്പം ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ഡ്രസ്സ് റേറ്റ് കുറവിൽ കിട്ടണേ. ചിലപ്പോൾ 50 രൂപയ്ക്ക് കിട്ടും, 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ മെയിനായിട്ട് പാർട്ടി വെയേഴ്സ് ഒന്നുമില്ല, ഞാൻ ഓഫീസിൽ ഡെയിലി ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സുകൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രസ്സിലായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതാണ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഡ്രസ്സ്. ഇപ്പറയുണ്ട് കുറച്ചുള്ളൂ. ഓക്കെ, ഇത് അലമ്പായി പോയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതൊരു ടോപ്പാണ് കേട്ടോ, ഒരു ബനിയൻ ടോപ്പാണ്. നമുക്ക് ഡ്രസ്സല്ലേ. ഇത് ഞാനേ SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ 1-2 വട്ടം ഇട്ടിട്ടുള്ളൂ. എനിക്കിങ്ങനെ ഗ്ലിറ്ററിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു മടി. ഞങ്ങൾക്ക് ഫ്രൈഡേ മാത്രമാണ് നോർമലായിട്ടുള്ള ഡ്രസ്സുകൾ, ലൈക്ക് ഇതേപോലത്തെ ഡ്രസ്സുകളൊക്കെ ഓഫീസിൽ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല വൈറ്റൊക്കെ ഇട്ടിട്ട് പോയാൽ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. സോ ഞാൻ മാക്സിമം വൈറ്റ് ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കലാണ് പതിവ്. പക്ഷേ എങ്കിലും എൻ്റെ കയ്യിലുണ്ട് 2-3 കൈൻഡ് ഓഫ് ഡ്രസ്സുകൾ. ഓക്കെ, അപ്പം ഇതാണ് ഒന്ന്. ഇത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് പറഞ്ഞില്ലേ. ഇതിൻ്റെ ഒപ്പം ഒന്നുകൂടി വാങ്ങിയിട്ടുണ്ടായേ. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്, മറിഞ്ഞ കിടക്കണേ. ഓക്കെ, ഈ ഒരു ക്രോപ്പ് ടോപ്പും ആ ഒരു ടോപ്പ് എന്ന് പറയണത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് ഒരു 300 അതിൻ്റെ ഉള്ളിൽ വാങ്ങിയതാണ്. എനിക്കൊരു ബൈ വൺ ഗെറ്റ് വൺ അല്ല, 2 എടുത്ത് ഇത്ര റേറ്റിൽ കുറവ് കിട്ടും പറഞ്ഞിട്ടില്ലേ. ഇത് മാക്സിൻ്റെ ആട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് നല്ലൊരു അടിപൊളി സ്കേർട്ടുകൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇടാൻ. ഇതാണ് എൻ്റെ ഒരു ഒന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട്, സോറി ഇത് ഫസ്റ്റ് ഡ്രസ്സ് പറഞ്ഞിട്ട്. പിന്നെ അടുത്തതെന്ന് പറയണത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ്, ലൈക്ക് കുർത്തിയ പറയാം. ഞാൻ ഇതും അങ്ങനെ അധികം ഇടലില്ല കേട്ടോ. എനിക്ക് ഇടലുണ്ട്, പക്ഷെ എനിക്കിഷ്ടമാണ് ഈ കളർ, ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് താത്ത ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. നല്ല രസമുള്ള നല്ല കളറാണ്. ഇതിന് പറ്റിയ ഹിജാബ് ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എങ്കിലും വല്ലപ്പോഴും ഇടലില്ല എന്നല്ല, ഞാൻ കൂടുതലായിട്ട് കുർത്തി ടൈപ്സ് ഇടലില്ല. പക്ഷെ എങ്കിലും ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇടലുണ്ട് കേട്ടോ. പക്ഷെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ കോട്ടനാണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട്. പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല റേറ്റ് കുറവിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ടർട്ടിലേക്കുള്ളൊരു ഇന്നർ ഇടും, ലൈക്ക് കാണിച്ചു തരാവേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനത്തെ എനിക്ക് 2 ഉണ്ട്, പ്ലസ് ഒരു വൈറ്റും ഉണ്ട്. ബ്ലാക്ക് തന്നെ 2 പിന്നെ ഒരു വേറെ വൈറ്റും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ കിട്ടുമ്പം ഞാൻ കൂടുതലായിട്ട് ഉള്ളിൽ ഇതേപോലത്തെ ഒരു ബനിയൻ ഇടും. പിന്നെ പുറമെ ആയിരിക്കും ഈ ഇപ്പം കാണിച്ച ഡ്രസ്സിൽ ഇത് സ്ലീവ്ലെസ് ആണ്. പിന്നെ മാത്രം നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിടുമ്പം നമുക്ക് വേറൊരു ലുക്ക് കിട്ടും, ലൈക്ക് അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ ഭയങ്കര ചീപ്പ് റേറ്റിന് ഒരു 200 ഉള്ളിലൊക്കെ ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. പക്ഷേ സംഭവം നല്ല നൈസാണ്. ഇതും ബ്ലാക്കും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ് ഇടുമ്പോൾ സെറ്റാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഇത് കുറച്ച് ലൂസ് ഫിറ്റ് അല്ലേ. ഞാൻ കുർത്തി അധികം ഇടില്ല. പറഞ്ഞത് എന്താ വെച്ചാൽ അത് ലൂസ് ഫിറ്റ് ആയിട്ടല്ല. ഇതൊക്കെ ലൂസ് ഫിറ്റ് ആണെങ്കിലും നമുക്ക് ഓക്കെ ആയിരിക്കും, നല്ല ഒരു സ്റ്റൈലായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കുർത്ത ലൂസ് ഫിറ്റ് ആകുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എങ്കിലും ഞാൻ ഇടലുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നോർമൽ സാധാ പോലെ ഷേപ്പ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അപ്പം ഇങ്ങനത്തെ 2 ഉണ്ട്. അപ്പം എൻ്റെ മിക്ക ഡ്രസ്സുകളിലും ഉള്ളിൽ ഇതുണ്ടാവും. പിന്നെ മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഡ്രസ്സുകൾ ബ്ലാക്കുകളാണ് കേട്ടോ. ബ്ലാക്ക് ഹിജാബ്, ബ്ലാക്ക് ഇന്നർ, ബ്ലാക്ക്, അതുപോലെ പാൻറ്, ഇതൊക്കെ എനിക്ക് കൂടുതലുള്ള ഡ്രസ്സുകൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒരാഴ്ചയിൽ ഒരു 5 ദിവസം എനിക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറുടെ ഡ്രസ്സ് ഇടാൻ പറ്റും. അമ്മാതിരി ഡ്രസ്സുകളുണ്ട്. ഓക്കെ, അങ്ങനെ അപ്പം ഇത് കഴിഞ്ഞു. പിന്നെ ഇതൊരു യെല്ലോ കളറുള്ളൊരു കുർത്ത പോലത്തെ ടൈപ്പ് സംഭവമാണ്. പക്ഷെ ഇതും ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതൊക്കെ തേക്കാറായേക്കണ്. ഇതൊക്കെ തേക്കാനുള്ള മടി കാരണമാണ് ഗൈസ് പിന്നെ ഇടില്ലാത്ത. ഞാൻ പറഞ്ഞ കുർത്തയിടത്തെ വേറൊരു കാരണം തേക്കാനുള്ള മടി കണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല ഇതായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഞാൻ ഈ പറഞ്ഞ ആ ബ്ലാക്കിൻ്റെ സംഭവം ഇടും. ഇതിടുമ്പോഴും നല്ല രസമായിരിക്കും കേട്ടോ. ബ്ലാക്കും യെല്ലോവും വരുമ്പം ഇതും നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതാണ്. പിന്നെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ.
ഇത് ഒരു 3/4 സ്ലീവ് ഉള്ളൂ. ഇതൊരു ടോപ്പാണ്. ഇതും കുഴപ്പമില്ല. ഇതൊരു കോട്ടൺ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇതിന് ഞാൻ പാൻറ് ഒരു കളറുണ്ട്. അത് ഞാൻ പാൻറ്റുകൾ കൂടുതലായിട്ട് അജുക്കാൻ്റെ പാൻറ് ഇടല്. സോ ഉണ്ട് കാണിച്ചു തരാം. ഞാൻ പാൻറ് ഇതിന് ഇതായിട്ട് ഇടല്. ഇത് അജുക്കാൻ്റെ പാൻറ്റാണ്. സോ അതിൻ്റെ ഒപ്പം ഞാൻ ഈ ഒരു പാൻറ്റും ഈ ഒരു ടോപ്പുമാണ് കൂടുതലായിട്ട് ഇടല്. ഉണ്ടോ, മാച്ചിങ് ആയിട്ട് പോകില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ. ഇനി പിന്നെ അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അതും ഒരു യെല്ലോ കളർ ഡ്രസ്സാണ്. ഇതൊരു കോട്ടൺ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. ഒരു ബനിയൻ കോട്ടൺ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. ഇത് നല്ല രസമാണ്. ഇത് ലൂസ് ഫിറ്റായി കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇതും സ്ലീവ്ലെസ് ആണ്. ലൈക്ക് അധികം സ്ലീവൊന്നും ഇല്ല ഇതിന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആ ബ്ലാക്ക് കളർ സംഭവം ഇടും. അത് കഴിഞ്ഞിട്ട് ഒരു സ്കേർട്ട് കൂടെ ഇടുമ്പം ഒരു പക്ക ഇത് കണ്ടിട്ട് ഇൻസേർട്ട് ചെയ്യും കേട്ടോ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തിയിൽ കിടക്കും. കാണുന്നുണ്ട് നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ് പറഞ്ഞിട്ട്. പിന്നെ അടുത്തത് എടുക്കാൻ പോകുന്ന ഒരു യെല്ലോ കളർ ഡ്രസ്സാണ്. ഈ യെല്ലോയിലും ഇത് ഭയങ്കര ലൂസ് ഫിറ്റാണ്. ഇത് ഞാൻ ആക്ച്വലി ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടും കഴിച്ച്. ഇത് ഞാൻ വെറും 49 രൂപയ്ക്ക് എന്തോ വാങ്ങിയ ഡ്രസ്സാണ്. 49 രൂപയ്ക്ക് ഒന്ന് ആലോചിക്ക്. അല്ല 49 രൂപയ്ക്ക്. നമുക്ക് നല്ല രസമുള്ള ടോപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ ബ്ലാക്ക് സംഭവം ഇട്ടിട്ട് ഇന്നറിട്ടിട്ട് ഇതിനെ പുറമെ ഇടുമ്പോൾ ഇത് ലൂസായി കിടക്കും. ഇത് നല്ല രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഡ്രസ്സ്. എനിക്ക് മിക്ക ഡ്രസ്സുകളുള്ളത് ഇതാണ്. പിന്നെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഒരു കോട്ടാണ്, ഒരു ഷ്രഗാണിത്. പറഞ്ഞ പോലെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ല ഫുൾ ലെങ്ത്തിൽ, ഒരു കാഫ് ലെങ്ത്തിലൊക്കെ വരണ ഒരു ഷ്രഗാണിത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റും ഇട്ട് ഇത് പുറമെ ഇടുമ്പോൾ അടിപൊളി സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ്. ഭയങ്കര ക്വാളിറ്റി ആട്ടോ ഈ സാധനത്തിൻ്റെ. ഇതിന് ഞാൻ 600 സംതിങ്ങിനെ വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കോട്ട് സെറ്റാണ്. ഇത് കോട്ട് സെറ്റ്. ഈ കോട്ട് സെറ്റ് നിങ്ങൾ പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാൻ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയതാണ് ഇങ്ങനത്തെ ഒരു കോട്ട് സെറ്റ് പറഞ്ഞിട്ട്. ഇതിൻ്റെ പാൻറ് ഇതാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് ഡെയിലി ഓഫീസിൽ ഇടാൻ പറ്റില്ലെങ്കിലും ഫ്രൈഡേയ്സ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ പോലത്തെ ഡ്രസ്സ് ഇടാം കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫ്രൈഡേ ആണ് കൂടുതലുണ്ടാവും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇതെന്നെ കളിയാക്കാന്ന് വെച്ചാൽ ആൽബലീബിൻ്റെ ഡ്രസ്സ് പറഞ്ഞിട്ടാണ്. കാരണം അതിൻ്റെ പ്രിൻറ്റ് നോക്ക് കറക്റ്റ് ആ ഒരു ആൽബലീബ് മിഠായിയുടെ ഒരു ഡിസൈൻ പോലെയല്ലേ ഇത്. ആൽബലീബ് പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കുന്നത് അങ്ങനെ. പിന്നെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഒരു ടോപ്പാണ്. ഇത് നല്ലൊരു ടോപ്പാണ് കേട്ടോ. ഇതിന് സ്ലീവില്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇന്നറിട്ട് ഒരു ബ്ലാക്ക് ആയിട്ട് 3/4 സ്ലീവ് ആക്കി വെക്കും. ഇത് നല്ല ക്വാളിറ്റിയാണ്. ഇതെനിക്ക് നല്ല റേറ്റ് കുറവ് കിട്ടിയതാണ്. ഇതൊക്കെ എൻ്റെ ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓഫറിലുള്ള ഡ്രസ്സുകളാണ്. ഞാൻ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് ഇതിലൊന്നും പോലും ഒരു 300 മുകളിൽ പോയിട്ടുണ്ടാവില്ല. ഓക്കെ, ആ ഒരു ഈ ഷ്രഗും ഈ ഒരു കോട്ട് സെറ്റും മാത്രമായിരിക്കും 300 മുകളിൽ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഡ്രസ്സുകളും എനിക്കൊരു 300 താഴെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. എനിക്ക് അങ്ങനെ എനിക്ക് ഡ്രസ്സിൽ കൂടുതൽ പൈസ ചിലവഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലാണ് ഞാൻ വിചാരിക്കുമ്പോൾ. നമ്മളൊരു ഡ്രസ്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഒരു ഡ്രസ്സ് ഒരു 10 വട്ടമൊക്കെ ഇട്ട് വിചാരിക്കുക. ഇപ്പം നമ്മൾ എന്തായാലും പുതിയ ഡ്രസ്സ് വാങ്ങാതിരിക്കുമല്ലോ. ഈ ഒരു ഡ്രസ്സ് തന്നെ 10 വർഷം നമ്മൾ ഇടൂലല്ലോ. അപ്പോൾ എത്ര നല്ല ക്വാളിറ്റി വാങ്ങിയാലും ഒരുപാട് പൈസ ആ ഒരു ഡ്രസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ 300 രൂപ കൊടുത്ത് വാങ്ങുന്ന ഡ്രസ്സും ഈ ഒരു 1000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഡ്രസ്സും മാക്സിമം നമ്മൾ 10 വട്ടം ഇടും. പിന്നെ നമ്മൾ ട്രെൻഡ് നോക്കി അതിൻ്റെ പുറകെ പായും, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ പുറകെ പായും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പലർക്കും പല മെൻറ്റാലിറ്റി ആയിരിക്കും കേട്ടോ. എൻ്റെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് റേറ്റ് കുറവിൽ അത്യാവശ്യം നല്ല സാധനം വാങ്ങി അതൊരു 10 വട്ടം യൂസ് ചെയ്ത് അത് നശിച്ചാലും പുതിയ ഡ്രസ്സ് വാങ്ങാം. ഇപ്പോൾ 1000 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ 10 വട്ടം ഇട്ടു, നശിച്ചിട്ടില്ല, എന്നിട്ട് വീണ്ടും നമ്മൾ വേറൊരു 1000 രൂപ കൊടുത്ത് ഡ്രസ്സ്, അത് എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ എനിക്കത് അങ്ങോട്ട് സെറ്റ് ആവാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്രസ്സുകൾ കൂടുതൽ ചീപ്പായിട്ടുള്ളത് വാങ്ങിക്കാനാണ് കൂടുതൽ ശ്രമിക്കണം ഓൺലൈനായിട്ട്. അതുപോലെ എനിക്കധികം എക്സ്പെൻസീവായ ഡ്രസ്സുകളൊന്നുമില്ല. അധികം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്രസ്സുകൾക്ക് കൂടുതൽ പൈസ ചിലവഴിക്കാതിരിക്കുക നല്ലതാണെന്ന് തോന്നുന്നു. ബട്ട് നമ്മളിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വാച്ചൊക്കെ എടുക്കുവാണെങ്കിൽ ഓക്കെ, നമ്മൾ ചീപ്പ് വാങ്ങരുത്, നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങണം. കാരണം വാച്ചൊക്കെ കുറച്ച്
ചുമയും പനിക്കായിരുന്നു. അധികം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ നമ്മൾ ചെരുപ്പാണെങ്കിലും അത്യാവശ്യം നല്ല സാധനം ഉപയോഗിക്കണം. പക്ഷെ ഡ്രസ്സിൻ്റെ കേസിൽ എനിക്കങ്ങനെ എൻ്റെ മൈൻഡ് അങ്ങനെയാണ്, എനിക്കറിയില്ല. സോ ഞാൻ എപ്പോഴും റേറ്റ് കുറവുണ്ടോ നോക്കി പാഞ്ഞിട്ടാണ് വാങ്ങുള്ളൂ. പിന്നെ കുറച്ചുകൂടെ ഡ്രസ്സ് ഇരിക്കട്ടെ, എല്ലാം കൂടെ കാണിച്ച് നിങ്ങൾക്ക് ഭയങ്കര ബോറാവും. സോ ഞാൻ അതിപ്പോൾ കാണിക്കില്ല. കുറച്ച് ഞാൻ എപ്പോഴും ഇടുന്നത് എനിക്ക് പറഞ്ഞില്ല, എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഡ്രസ്സുണ്ട്. എനിക്ക് ഭയങ്കര ലൂസ് ഫിറ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒന്നും എന്താ ടൈറ്റൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. പക്ഷെ അവിടെ കാണും ഇവിടെ കാണും അങ്ങനത്തെ ഒരു ടെൻഷനായിരിക്കും. ഇത് കുറേ ലൂസ് ഫിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ആ കുഴപ്പമില്ല. ഇങ്ങനെ ഒതുങ്ങി നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നമുക്കങ്ങനെ പോകാൻ പറ്റും. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു മാക്സി ഡ്രസ്സാണ്. ഇതിൻ്റെ ഇത് വന്നിട്ട് ഒരു മിനിറ്റ്, ആ ഗോബർ മറിക്കട്ടെ. നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ബാക്കാണിത്, ഇത് ഫ്രണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇന്നർ ഇടും കേട്ടോ. ഇന്നർ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഈ ഒരു ഇന്നർ ഇടും, ഇതേ കളറ്. ഇത് ഞാൻ ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ ഇത് ഞാൻ ജോലി കിട്ടാൻ വേണ്ടി കിട്ടിയിട്ട് നമ്മൾ പുതിയ ഡ്രസ്സുകൾ വാങ്ങാൻ പോയില്ലേ. എനിക്കാണെങ്കിൽ ഡ്രസ്സ് ഭയങ്കര കുറവുള്ളൊരു വ്യക്തിയായിരുന്നു. ഇതൊക്കെ ഞാൻ ജോലി കിട്ടിയ ശേഷം വാങ്ങിച്ച ഡ്രസ്സുകളാട്ടോ. അപ്പം ഇത് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇത് വാങ്ങിയതാണ്. ഏകദേശം സെയിം കളറിലുള്ള ഒരു ഇന്നർ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിട്ടിട്ട് അതിൻ്റെ പുറമെ ഈ സംഭവം നല്ല ഇഷ്ടമുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ കുറച്ച് മാക്സി ഡ്രസ്സുകളുണ്ട്, കുറച്ചൊക്കെ അലക്കാൻ വേണ്ടി കിടക്കണം. ഞാനൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ കാണിച്ചത് നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഒരു ലിമിറ്റഡ് കളക്ഷനാണ് നിങ്ങൾ കാണിക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു ജീൻസിൻ്റെ പാൻറ്റാണ് കേട്ടോ. എല്ലാവരും കയ്യിൽ ജീൻസിൻ്റെ പാൻറ്റ് ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ സ്വന്തം എന്ന് പറയാനുള്ളൊരു പാൻറ്റ്. പിന്നെ വേറൊരു ജീൻസിൻ്റെ പാൻറ്റും കൂടെ ഉണ്ട്. പക്ഷെ അത് കാലിന് അവിടെ കുറച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പൊങ്ങിപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. എപ്പോഴും ഇതായിരിക്കണം. ഇന്ന് നല്ല നരച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മിക്ക പാൻറ്റുകൾ ഞാൻ അജുക്കൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അജുക്കൊക്കെ എനിക്കൊക്കെ ഏകദേശം ഒരേ ലെങ്ത്തൊക്കെ സെയിം ആയിരിക്കും. നീളം ഞങ്ങൾക്ക് ഒരുപോലെയാണെങ്കിലും അരവണ്ണത്തിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ക്രോപ്പ് ടോപ്സ് ഒക്കെ തയ്ക്കുമ്പോഴാണ് അരവണ്ണം കൂടുതലാണോ എന്നൊക്കെ നമുക്ക് കൂടുതലായാലും ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവുക, ലൈക്ക് ബെൽറ്റൊക്കെ പുറത്ത് കാണാം, അങ്ങനത്തെ ഒരു ചിന്ത വരിക. ഇതിപ്പം ഞാനെല്ലാം ഓവർ സൈസ് ടീഷർട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓക്കെയാണ് അതിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുട്ടിയുടെ ഡ്രസ് കളക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് തീരെ വയ്യ. അതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇൻഷാല്ല ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.